ചേട്ടന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല. മുരളിച്ചേട്ടൻ ലോട്ടറിയാണ്. ഇല്ല അതൊക്കെ കഥ തെറ്റാണ്. അതൊക്കെ യൂട്യൂബുകാർ ചുമ്മാ അപ്പം കൂലിപ്പണി തന്നെയാണ്. ലോട്ടറി പണിയൊന്നുമല്ല, വാർക്കപ്പണി വാർക്കപ്പണി തന്നെ. മേലനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ്. എത്ര വയസ്സായി ആൾക്കാർ ഓരോ കഥകൾ പറഞ്ഞു. ഭയങ്കര കഥകളാണ്. അപ്പൊ അതിലൊന്നും പ്രേക്ഷകർ കരുതണ്ട, ഇതാണ് വാസ്തവം കേട്ടോ. അപ്പനൊരു ദിവസം ഇത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോഴാണ് ലോട്ടറി വിറ്റതെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ എനിക്കറിയാം അമ്മ ഉള്ളപ്പോ ആൾക്കാർ ഓരോന്ന് പറയണതാണ്. അമ്മ പക്ഷേ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണോ അമ്മ വിട്ടുപോകുന്നത്? ഇല്ല, വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു 2 വർഷം അല്ലേ? ഞാനൊരു യൂട്യൂബിൽ വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. വേടൻ്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാലമോ, അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് സിനിമയിൽ മോനെ ഉണ്ണി നീയും ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മയല്ല വേടൻ്റെ മനസ്സിലുള്ളൊരമ്മ. അതെങ്ങനെയുള്ളൊരു അമ്മയായിരുന്നു വേടൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരമ്മ? ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നതേ, ഈ നമ്മളെ പോലെ ഈ അധസ്ഥിതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെ കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിലാക്കണം, സ്പെഷ്യൽ ട്യൂഷൻ അയക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ പട്ടിണിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട്, വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന. അതായത് അവർ മനസ്സിലായോ, എൻ്റെ അമ്മ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളതൊരു ലക്ഷറിയാണ് വേടനെ സംബന്ധിച്ചല്ലേ? അയ്യോ, കോടീശ്വരനായി ഞാനപ്പോ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നു കോടീശ്വരനായ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇനിയും കോടീശ്വരനാവും. സ്നേഹം കൊണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് സ്നേഹിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടാത്തത് കൊണ്ടൊരു ദാരിദ്ര്യം കൂടിയുണ്ട്. അഥവാ അമ്മയുടെ ഒരു അവസ്ഥ അതെല്ലാ മക്കൾക്കും അമ്മ ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണല്ലോ എല്ലാ മക്കൾക്കും. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാ കണ്ടത് അല്ലേ, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലേ? ഇപ്പൊ നമ്മള് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ, മെഹ്ജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് ഞാൻ മെഹ്ജൂറയെ കുറിച്ച് കേൾക്കുമായിരുന്നു. അപ്പൊ മെഹ്ജൂറ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ എന്നാൽ അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല. ഇല്ല, നമ്മൾ അങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയായിട്ട്. അതിപ്പോ എന്റെ ഫാദർ എന്റെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാനിപ്പോ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എന്റെ അപ്പനാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാള്. പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ ഇല്ലെന്നേ. സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത്